നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തിനാണ് നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? നീ എന്റെ ജീവനല്ലേ രാജു? ഞാൻ എന്ത് ഭാഗ്യവാനാ. നീ എന്റെ സ്വന്തം അവന് മാത്രം. എന്ത് സുഹൃത്താ ഞാൻ ചെയ്തത്? ഞാൻ നിന്റെയും നീ എന്റെയും ആണെന്ന് തീരുമാനിച്ച ദൈവം എത്ര കാരുണ്യവാനാ. അമ്മേ, ദീപകെ, വോയിസ് റെക്കോർഡർ കിട്ടിയോ? കിട്ടിയമ്മേ. ആശ്വാസമായി. ഞാൻ ചെന്നപ്പോഴേ രണ്ടാളും റൂമിലുണ്ടായിരുന്നു. നീ ഇതെങ്ങനെ എടുക്കുന്നോർത്ത് ടെൻഷനിലായിരുന്നു ഞാൻ. നീ ഇതെടുക്കുന്നത് അവര് കണ്ടില്ലല്ലോ. ഇല്ലമ്മേ, കണ്ടില്ല. ആ, നീ അത് പ്ലേ ചെയ്. അവരെന്താ ഇന്നലെ രാത്രി മുഴുവൻ സംസാരിച്ചതെന്ന് നമുക്ക് കേൾക്കാലോ. ആ, ശരി അമ്മേ. നീ പ്ലേ ചെയ്യ്. അംബിക മേഡം, വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഇന്നലെ രാത്രിയിൽ ഞാൻ രാജുവിന്റെ ഋതികയുടെയും ശാന്തി മുഹൂർത്തം നടക്കുന്നതായിട്ടൊരു ദുസ്വപ്നം കണ്ടു. പിന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. രാവിലെ അംബിക മേഡം എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? രാവിലെ ഫോണും നോക്കിയിരുന്ന നമ്മുടെ പ്ലാനൊക്കെ നടക്കൂ. അല്ല, എന്തായി? ഇന്നലെ റൂമിൽ എന്താ നടന്നേ? അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ അല്ലേ? എന്റെ രമ്യ, നീ ഒന്ന് സമാധാനപ്പെട. റെക്കോർഡർ കൈ കിട്ടിയല്ലേ ഉള്ളൂ. അതൊന്ന് കേട്ടു നോക്കിയാലല്ലേ അതിലെന്താ ഉള്ളതെന്ന് അറിയാൻ പറ്റൂ. ഇങ്ങത്താ. നീ എന്ത് പണിയാ കാണിക്കുന്നെ? ഏയ്, റിസ്ക് എടുത്ത് ഈ സാധനം ഹൃതികയുടെ റൂമിൽ കൊണ്ട് വെക്കാൻ പറ്റുമെങ്കിൽ അതിലെന്താന്ന് പ്ലേ ചെയ്ത് നോക്കാനോ എനിക്ക് പറ്റും. മനസ്സിലായോ? വിട്. ഇങ്ങോട്ട് വരാൻ. വിട്. വിടാ. തരാൻ. ഏയ്, രമ്യ. തരാൻ. ഞാൻ പ്ലേ ചെയ്താൽ ഇത് പ്ലേ ആവും. വിട്. നീ എന്തൊക്കെയായി കാണിക്കുന്നേ? ഇവരെ കൊണ്ട് തോറ്റല്ലോ. ഇങ്ങോട്ട് അത് അറിയില്ല അമ്മാവ. കണ്ടിട്ടെന്തോ വോയിസ് റെക്കോർഡർ പോലെ തോന്നി. അതിലെന്താണെന്ന് നോക്കാൻ തുടങ്ങിയപ്പോ രമ്യ സമ്മതിക്കുന്നില്ല. ഈ വോയിസ് റെക്കോർഡർ ആരുടെയാ? അറിയില്ല അമ്മാവ. ഞാൻ ഇവിടേക്ക് വന്നപ്പോ ദേ അവിടെ കിടക്കുമായിരുന്നു. രമ്യ എന്താ രാവിലെ തന്നെ ഇവിടെ? ഞാൻ ക്ഷേത്രത്തിൽ പോയി വരുന്ന വഴി അംബിക മേഡത്തിനെയും പിന്നെ നിങ്ങളെ എല്ലാരെയും കാണാന്ന് വിചാരിച്ച് കയറിയത്. പ്രതാപ, നീ ആ വോയിസ് റെക്കോർഡറിലെ എന്താ ഉള്ളതെന്ന് നോക്കിക്കേ. ചിലപ്പോ നിന്റെ ശത്രുക്കൾ ആരെങ്കിലും നിന്റെ നീക്കങ്ങൾ അറിയാൻ വച്ചതാണെങ്കിലോ? എന്തിനാണ് നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? നീ എന്റെ ജീവനല്ലേ രാജു? ഞാൻ എന്ത് ഭാഗ്യവാനാ. നീ എന്റെ സ്വന്തം അവന് മാത്രം. എന്ത് സുഹൃത്താ ഞാൻ ചെയ്തത്? ഞാൻ നിന്റെയും നീ എന്റെയും ആണെന്ന് തീരുമാനിച്ച ദൈവം എത്ര കാരുണ്യവാനാ. വേണ്ട മേഡം. രാജു
എന്തത്? മാഡം, ഇതൊരു വോയിസ് റെക്കോർഡർ ആണല്ലോ. അയ്യോ, അപ്പോ നമ്മളിവിടെ സംസാരിച്ചതൊക്കെ ആരെങ്കിലും കേട്ടു കാണോ? ഏയ്, ഇത് ലൈവായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ഒന്നും അല്ല. ഇതിവിടെ വെച്ചത് ആരാണെങ്കിലും തിരിച്ചെടുത്തത് പ്ലേ ചെയ്താൽ മാത്രമേ റെക്കോർഡായ വോയിസ് കേൾക്കാൻ പറ്റൂ. ഇത് അമ്മയുടെയും ദീപകിന്റെ പണിയായിരിക്കും. അത് ഉറപ്പല്ലേ? ഇപ്പൊ മാഡത്തിന് മനസ്സിലായോ നമ്മുടെ ശാന്തി മുഹൂർത്തം നടത്താൻ അംബിക മാഡം എന്തിനാ ഇത്ര ഉത്സാഹം കാണിച്ചെന്ന്? മനസ്സിലായി. രാജു എന്റെ കഴുത്തില് താലി കെട്ടിയിട്ടില്ലെന്ന് അച്ഛനെ ബോധ്യപ്പെടുത്തി ദീപകിനെ കൊണ്ട് എന്നെ വിവാഹം നടത്തിക്കാനുള്ള അമ്മയുടെ ബുദ്ധി. രാജു, നമുക്ക് തിരിച്ചൊരു പണി കൊടുക്കണം. കൊടുക്കാം. ഋതിക മാഡം, ഞാൻ ഈ ഡിവൈസിലുള്ള റെക്കോർഡ് ആം വോയിസ് എല്ലാം റീസെറ്റ് ചെയ്തു. ഇനി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും നാളെ നമുക്കെതിരായി അംബിക മാഡം വർമ്മ സാറിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. രാജു, ദാ പാല്. ആദ്യം ഋതിക മാഡം കുടിക്കും. ഋതിക മാഡം കുടിച്ചതിന് ശേഷം ബാക്കി എനിക്ക്. വേണ്ട, രാജു ആദ്യം കുടിക്ക്. എന്തിനാ ഋതു നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? നീ എന്റെ ജീവനല്ലേ രാജു? ഞാൻ എന്ത് ഭാഗ്യവാനാ, നീ എന്റെ സ്വന്തം അവന് മാത്രം. എന്ത് സുഹൃത്താ ഞാൻ ചെയ്തത്? ഞാൻ നിന്റെയും നീ എന്റെയും ആണെന്ന് തീരുമാനിച്ച ദൈവം എത്ര കാരുണ്യവാനാ. ചേട്ടാ, ഇത് ചേട്ടന്റെ രഹസ്യങ്ങൾ ചോർത്താൻ ആരും ചെയ്തതല്ല. ശാന്തി മുഹൂർത്തം നടക്കുന്ന മുറിയിൽ വോയിസ് റെക്കോർഡർ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് ചെയ്ത് ആരായാലും വളരെ മോശമായി പോയി. ഈ വീട്ടിലെ സെക്യൂരിറ്റി പരിചയമില്ലാത്ത ആരെയും അകത്തേക്ക് കടത്തിവിടില്ല. പിന്നെ പുറത്തൊരാള് എങ്ങനെ ഇത് കൊണ്ടുവയ്ക്കും? അത് ഋതുമോളുടെ റൂമില്. അതെ, ഇത് ചെയ്തത് ആരാന്ന് കണ്ടുപിടിക്കണം പ്രതാപേട്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.